Dear students, construction management and safety engineering എന്നുള്ള സബ്ജക്റ്റിൽ ഇന്ന് നമ്മൾ ഈ സെഷൻ ഡീൽ ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിൽ ലേബർ വെൽഫെയർ മെഷേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയി വെൽഫെയർ എന്നുള്ള സെക്ഷനാണ്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് കോൺസെപ്റ്റ് ഓഫ് ലേബർ വെൽഫെയർ എന്ന് പറഞ്ഞാൽ in order to get the best out of a worker in the matter of production അല്ലേ, നമുക്ക് ഒരു പ്രൊഡക്ഷൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ഒരു വർക്കറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എംപ്ലോയിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ വിൽ ബി റിക്വയറിങ് ദാറ്റ് എംപ്ലോയി വിൽ ബി റിക്വയറിങ് എ പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടീഷൻ അല്ലേ. നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ദ ഔട്ട്പുട്ട് ഫ്രം ആൻ എംപ്ലോയി വിൽ ബി ബെസ്റ്റ്. സോ in order to get such a working condition നമുക്ക് എന്താണ്, നമ്മുടെ ഹെൽത്തിനുള്ള സേഫ് ഗാർഡ് ആയിരിക്കണം ആ വർക്കിംഗ് കണ്ടീഷൻ. അതേപോലെ തന്നെ ദാറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റ് ദാറ്റ് വർക്കിംഗ് കണ്ടീഷൻ ഷുഡ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ദ ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്. ആ ഇൻഡസ്ട്രീസിൽ നിന്ന് ആ എംപ്ലോയിക്ക് കോസ് ചെയ്യാൻ ചാൻസസ് ഉള്ള ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്നെല്ലാം എന്ത് ചെയ്യണം, ഈ ഒരു വർക്കിംഗ് കണ്ടീഷൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. സോ ഇൻ ഓർഡർ ടു അച്ചീവ് സച്ച് എ വർക്കിംഗ് കണ്ടീഷൻ ലേബർ വെൽഫെയർ മെഷേഴ്സ് നമുക്ക് കുറേ എണ്ണം വരുന്നുണ്ട്. അതിൻ്റെ സബ്സെക്ടർ ലേബർ വെൽഫെയർ സബ്സെക്ടറിൽ വരുന്ന 6 പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? ലേബർ അഡ്മിനിസ്ട്രേഷൻ, റീഹാബിലിറ്റേഷൻ ഓഫ് ബോണ്ടഡ് ലേബർ, അസിസ്റ്റൻസ് ടു ലേബർ കോപ്പറേറ്റീവ്, ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് പ്രോഗ്രാം, അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, എംപ്ലോയ്മെൻറ്റ് സർവീസസ് ആൻഡ് ഒരു ആക്ട് കൂടി, ഒരു യോജന കൂടി വരുന്നുണ്ട്. എന്താണ്, അതൊരു ആക്റ്റാണ് ഗവൺമെൻറ്റിൻ്റെ അല്ലേ. ഒരു എന്താണ്, ഗവൺമെൻറ് വർക്ക്മെൻസിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നൊരു സർട്ടൻ ബെനിഫിറ്റ്സ് ഉള്ളൊരു ആക്റ്റാണ് വരുന്നത്. ലേബേഴ്സിനെ അഡ്മിനിസ്റ്റർ ചെയ്യുക, അതെല്ലാം റൂൾ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ദെൻ റീഹാബിലിറ്റേഷൻ ചെയ്യുക, അവരെന്താണ് അവർക്ക് സ്റ്റേ ചെയ്യാൻ അക്കമഡേഷൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാം. ദെൻ ലേബർ കോപ്പറേറ്റീവ്സ്, അതിനുള്ള അസിസ്റ്റൻസ് അല്ലേ, ലേബർ കോർപ്പറേഷൻ എൻഷുർ ചെയ്യാനുള്ള അസിസ്റ്റൻസ്. ദെൻ ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് പ്രോഗ്രാം, അവരുടെ വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം അല്ലെ, അപ്രൻറ്റീസായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവർ ട്രെയിനിങ് കൊടുത്ത ശേഷം അവരെന്തൊക്കെ പെർമനൻ്റ് ഒക്കെ. സോ അപ്രൻറ്റീസ്ഷിപ്പിൻ്റെ ടൈമിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്. എംപ്ലോയ്മെൻറ്റ് സർവീസസ്, അവരുടെ ജോബ് മീൻസ് എന്താ, അവർ ചെയ്യുന്ന ജോബ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ. സോ ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത് ലേബർ വെൽഫെയർ സബ് സെക്ടറിൻ്റെ 6 പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് സർവീസസ്, അത്രയാണ് 6 പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ദെൻ ലേബർ വെൽഫെയർ എന്തൊക്കെ ഞാൻ പറഞ്ഞു. ഇഫ് ദ ലേബർ ഗോട്ട് സച്ച് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ആ വർക്കിംഗ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഔട്ട്കം എന്ന് പറയുന്ന ലേബറിൽ നിന്നുള്ള ഔട്ട്കം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബെസ്റ്റ്. സോ എന്തൊക്കെയാണ് ആ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസിൽ വരുന്ന ഫാക്ടേഴ്സ് നോക്കാം. പ്രോപ്പർ ലൈറ്റിംഗ്, ഹീറ്റ് കൺട്രോൾ, ക്ലെൻലിനെസ്, ലോ നോയ്സ് ലെവൽ, ടോയ്ലറ്റ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, canteen and restrooms, health and safety measures, reasonable hours of work and holidays, housing and education, recreation, transportation and counseling. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം ഒരു വർക്കറിന് കിട്ടുകയാണെങ്കിൽ, എംപ്ലോയിക്ക് കിട്ടുകയാണെങ്കിൽ ദ ഔട്ട്കം വിൽ ബി ദ ബെസ്റ്റ് അല്ലേ. എല്ലാ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ്ങും വെന്റിലേഷനും ഹീറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫേവറബിൾ ആയിട്ടുള്ള ഹീറ്റ് കണ്ടീഷൻസും, അതുപോലെ തന്നെ പ്രോപ്പർ ക്ലീൻ ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റും, നോയ്സ് ലെവൽ കൺട്രോൾഡ് ആയിട്ടുള്ള നോയ്സ് ലെവലും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ബേസിക് നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. ഹെൽത്തി മെഷേഴ്സും സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പ്രോപ്പറായിരിക്കണം. നമുക്ക് പ്രോപ്പറായിട്ട് വർക്കിങ്ങിന് ഹോളിഡേയ്സ് കിട്ടണം, എന്നാലേ നമുക്കത് റിലീഫ് ഉണ്ടാവുള്ളൂ അല്ലേ. ദെൻ ഹൗസിങ് എഡ്യൂക്കേഷൻ, അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഹൗസിങ് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യാനാണ് എന്താ ലേബർ വെൽഫെയർ മെഷേഴ്സ് ഉള്ളത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ വെൽഫെയർ. Welfare measures namely 2 types under statutory or non-statutory. അപ്പോൾ സ്റ്റാറ്റുവേറ്ററി വെൽഫെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് എ ബെയർ മിനിമം ഫെസിലിറ്റി അല്ലേ, ആ എംപ്ലോയിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള മിനിമം ഫെസിലിറ്റീസ് എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീസണബിളി ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. സോ
Employees are free to provide or not to provide non-statutory welfare. അപ്പോൾ എംപ്ലോയീസിന് മിനിമം ഫെസിലിറ്റീസ് എൻഷുർ ചെയ്യുന്നുണ്ട്, റീസണബിളി ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് എൻഷുർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ആ വർക്ക് സൈറ്റിലുണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീസിലുണ്ടാവുന്ന റിസ്ക് ആൻഡ് ഇൻസെക്യൂരിറ്റി എലിമിനേറ്റ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വെൽഫെയർ മെഷേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ പേഴ്സണൽ സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട്, ദെൻ ഫെയർ ഡേയ്സ് വേജസ്, ഒരു ഡെയിലി വേജസ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഡെയിലി വേജസ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് വർക്ക് ഓർ അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ഓഫ് വർക്ക് ഹീസ് പെർഫോമിങ്, അതിൻ്റെ ബേസിസിൽ ഡെയിലി വേജസ് എൻഷുർ ചെയ്യുക. ദെൻ സോഷ്യോ പൊളിറ്റിക്കൽ, ലീഗൽ എൻവയോൺമെൻറ്റ് ആൻഡ് എക്കണോമി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ലേബർ യൂണിയൻ വെൽഫെയറിന്, ലേബർ വെൽഫെയർസിന് എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എൻഷുർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനായിട്ട്, വർക്ക് ഫോഴ്സ് കൂടുതൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, ദെൻ ബോണസ് പോലെയുള്ള ബെനിഫിറ്റ്സ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് സർട്ടൻ പീരീഡ് മീൻസ് ഇത്ര പീരീഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ഓഫ് ബോണസ് ഒബ്റ്റെയിൻ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യാനായിട്ട്, ദെൻ ഓർഗനൈസേഷൻ ഒരു പോസിറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആരുടെ റോള് വരുന്നുണ്ട്? ലേബർ വെൽഫെയർ മെഷേഴ്സിൻ്റെ റോള് വരുന്നുണ്ട്. ദെൻ ലേബർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കുക അല്ലേ. ലേബർ വെൽഫെയറിൻ്റെ 6 സെക്ടേഴ്സിൽ സബ് സെക്ടേഴ്സിൽ വന്നൊരു പ്രോഗ്രാം ആയിരുന്നു എന്ത്? ലേബർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് അതിൻ്റെ റോള് വരുന്നത് എന്നുള്ളത് നോക്കാം. ട്രെയിനിങ് ആൻഡ് റിസർച്ച് പ്രോഗ്രാം, ഒരു പേഴ്സൺ അവിടെ അപ്പോയിൻറ്റഡ് ആയിക്കഴിഞ്ഞാൽ ആ പേഴ്സൺ അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് വേണ്ട ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ റിസർച്ച് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക. ദെൻ വേരിയസ് ലേബർ ലോസിന് വൈഡ് പബ്ലിസിറ്റി കിട്ടാനായിട്ട്, ദെൻ മെഡിക്കൽ വിങ്സ് ഇൻ കേസ് ഓഫ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, എന്ത് ഇഷ്യൂസ് ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ആണെങ്കിലും ആ സമയത്തെല്ലാം മെഡിക്കൽ വിങ്ങിനെ എന്ത് ചെയ്യുക? സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ, ദെൻ ഫാക്ടറി ഇൻസ്പെക്ടർ അല്ലേ, മൊബിലിറ്റി ഓഫ് ഫാക്ടറി ഇൻസ്പെക്ടർ എൻഷുർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആ ഫാക്ടറി ഇൻസ്പെക്ടറെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കാനായിട്ട്. സോ ആ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ദെൻ റീഹാബിലിറ്റേഷൻ ഓഫ് ബോണ്ടഡ് ലേബർ, എന്താണ്? അപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ റീഹാബിലിറ്റേഷൻ വേണം എന്നുണ്ട്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വർക്ക് ആണെങ്കിൽ അത് അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ദെൻ അസിസ്റ്റൻസ് ടു ലേബർ കോപ്പറേറ്റീവ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ദെൻ എംപ്ലോയ്മെൻറ്റ് സർവീസസ് വരുന്നുണ്ട്. എന്താണ് എംപ്ലോയ്മെൻറ്റ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എംപ്ലോയ്മെൻറ്റ് സീക്കേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? അവരെ മാർക്കറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് മീൻസ് ഏത് പേഴ്സൺ ആണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ജോബ് ചെയ്യാനായിട്ട്, എന്നിട്ട് എന്ത് ചെയ്യാം? അതുപോലെ എംപ്ലോയ്മെൻറ്റ് കോച്ചിങ് കൊടുക്കുക. ട്രൈബൽ ഏരിയാസിലെല്ലാം എംപ്ലോയ്മെൻറ്റ് കോച്ചിങ് കം ഗൈഡൻസ് സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. സോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക? ഒരു വർക്ക് ചെയ്യാനെല്ലാം ലേബർ വെൽഫെയർ മെഷേഴ്സ് റെഡിയാണ്. Then aims and objectives of labor welfare. But in order to reduce to build up stable labor force, to reduce labor turnover and absenteeism, എന്തെങ്കിലും ആബ്സെൻറ്റീസംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പേഴ്സണെ വെച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് വേറൊരു പേഴ്സൺ ആ ജോബ്സിന് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആക്കാൻ. അതേപോലെ ടു മേക്ക് ദി ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് മോർ അട്രാക്റ്റീവ്, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ്സ് അട്രാക്റ്റീവ് ആക്കാനായിട്ട് അവിടെ സാറ്റിസ്ഫാക്ടറി കണ്ടീഷൻസ്, കംഫർട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് കൊണ്ടുവരാനായിട്ട്. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ മെൻറ്റൽ എഫിഷ്യൻസി. സോ മെൻറ്റൽ എഫിഷ്യൻസി, ഒരു എംപ്ലോയിയുടെ മെൻറ്റൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ദ എക്കണോമിക് പ്രൊഡക്ടിവിറ്റി അല്ലേ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് ദ എൻ്റർപ്രൈസ്. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. ദെൻ എംപ്ലോയീസ് ലോയൽറ്റി, അതുപോലെ തന്നെ മൊറാലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്, കൂടുതൽ ഇഫക്റ്റീവായിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനായിട്ട്. ഇതിനെല്ലാം എന്ത് ചെയ്യാം? ലേബർ വെൽഫെയർ മെഷേഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻസ് ആണ്. സോ എന്താണ് ട്രേഡ് യൂണിയൻസ്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് ട്രേഡ് യൂണിയൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രേഡ് യൂണിയൻസ് ആർ വോളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ്. ഒരു ഓർഗനൈസേഷനകത്ത് ഒരു വളണ്ടറിലി മീൻസ് സ്വമേധയാ പോയിട്ട് ജോയിൻ ആവുന്ന ഒരു ഫോം ചെയ്തൊരു ഓർഗനൈസേഷനാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഇസ് ഫോം ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ത്രൂ കളക്റ്റീവ് ആക്ഷൻ. വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട്, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു കളക്റ്റീവ് ആക്ഷനിലൂടെ എന്താണ് ഒരാൾ പോയിട്ട് എന്താ സിംഗിൾ പേഴ്സൺ സിംഗിൾ ഇൻഡിവിജ്വൽ പോയിട്ട് അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. സോ ത്രൂ എ കളക്റ്റീവ് ആക്ഷൻ ദ നീഡ്സ് ഓർ ഇൻട്രസ്റ്റ് of a group of persons can be achieved through collective action. So അതിനെയാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. ദെൻ ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് വർക്കേഴ്സ് ഓർ എംപ്ലോയേഴ്സ് അല്ലേ. അതുപോലെ തന്നെ അതൊരു പെർമനൻറ്റ് ഓർഗനൈസേഷൻ ആവാം അല്ലെങ്കിൽ ഒരു ടെമ്പററി ആവാം. 2 or more യൂണിയൻസിൻ്റെ ഫെഡറേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ വർക്ക്മെൻ ബിറ്റ്വീൻ ദ വർക്ക്മെൻ എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻ റെഗുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ എംപ്ലോയേഴ്സ് തമ്മിലുള്ളത്, വർക്ക്മെൻ തമ്മിലുള്ളത്, എംപ്ലോയേഴ്സ് ഹു ഈസ് ഗിവിങ് പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് അല്ലേ. സോ രണ്ട് എംപ്ലോയേഴ്സ് തമ്മിലുള്ള റിലേഷൻ ബിൽഡ് ചെയ്യാൻ ഒരു വർക്ക്മെനും എംപ്ലോയിയും തമ്മിലുള്ളതാവാം, അല്ലെങ്കിൽ രണ്ട് വർക്ക്മെൻ തമ്മിലുള്ള റിലേഷൻസ് ആവാം. അങ്ങനെയുള്ള റിലേഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനെല്ലാം എന്ത് ചെയ്യാം? ട്രേഡ് യൂണിയൻസ് യൂസ് ചെയ്യാം. ദെൻ ട്രേഡ് യൂണിയൻ മീനിങ് സെയിം തന്നെ, കോൺസെപ്റ്റ് സെയിം തന്നെയാണ്, ഡെഫിനിഷൻസ് വേരി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. It is for protecting and promoting the interest of workers. Then principles of trade unionism എന്ന് പറയുന്നത് actually there are 3 basic or fundamental principles. Unity is strength, equal pay for equal work or for the same job, security of service. ഇതാണ് 3 fundamental principles of trade unions എന്ന് പറയുന്നത്. Unity is strength, as we told earlier. എന്തായിരുന്നു? നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്ന് പോയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട്. ബട്ട് ത്രൂ കളക്റ്റീവ് ആക്ഷൻ എന്താണ് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ ഇറ്റ് ഇസ് ഈസി അല്ലേ. സോ ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത്. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ദെൻ ഫോർ എ പേഴ്സൺ ഡൂയിങ്, 2 പേഴ്സൺസ് ഉണ്ട്, ബോത്ത് ആർ ഡൂയിങ് സെയിം എമൗണ്ട് ഓഫ് ജോബ് ആൻഡ് ബട്ട് ദ ഏർണിംഗ് ഇസ് ഡിഫറെൻറ്റ്. അങ്ങനെയുള്ള കേസ് വരികയാണെങ്കിൽ എന്താണ്? Not to avoid the partiality, like seeing the amount of work who is doing, the person will be concentrating the amount of work he is doing and the payment will be based on that. Okay, partiality കാണിക്കാതെ ഓരോരുത്തരും ചെയ്യുന്ന വർക്കിൻ്റെ എമൗണ്ട് പേ ചെയ്യുന്ന എങ്ങനെ, വേജസ് പേ ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് വർക്ക് എല്ലാം. ദെൻ സെക്യൂരിറ്റി ഓഫ് സർവീസ്. അപ്പം നമ്മൾ ചെയ്യുന്ന ജോബ് പെട്ടെന്നൊരു ദിവസം നാളെ ആ ജോബ് ഇല്ല അല്ലെങ്കിൽ എന്നുള്ള അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ട്രേഡ് യൂണിയൻസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ എന്താണ്, നമ്മൾ പെർമനൻ്റ് ആക്കാനും നമുക്കുള്ള ബെനിഫിറ്റ്സ് അച്ചീവ് ചെയ്ത് തരാനും നീഡ്സ് ഫുൾഫിൽ ചെയ്യാനും എല്ലാത്തിനും ട്രേഡ് യൂണിയൻസിന് പവറുണ്ട്. ഓക്കെ, വൈ ഡു വർക്കേഴ്സ് ജോയിൻ ട്രേഡ് യൂണിയൻസ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് കിട്ടാനായിട്ട്, അതേപോലെ തന്നെ എക്കണോമിക് സെക്യൂരിറ്റി അഷ്യൂർ ചെയ്യാൻ, അറ്റൈൻ ചെയ്യാൻ, ഹൈ സാലറി കിട്ടാനായിട്ട്, ബെനിഫിറ്റ്സ് അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട്. Then in order to improve their bargaining power or resist the management's irrational, illogical and discriminatory actions. അപ്പോൾ ഈ പേഴ്സൺസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ നോക്കിയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ മാനേജ്മെൻറ്റ് ചില ആക്ഷൻസ് എല്ലാം എടുക്കും, ഇറാഷണലായിട്ടും ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കും. സോ ഇൻ ഓർഡർ ടു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നോട്ട് ടു ഇംപ്രൂവ് അവർ ബാർഗെയിനിങ് പവർ. ഓക്കെ, അങ്ങനെയുള്ള ആക്ഷൻസ് വരുന്ന സമയത്ത് അത് റെസിസ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ബാർഗെയിനിങ് പവർ ഡെവലപ്പ് ചെയ്യാനും ഇതിനെല്ലാം വർക്കേഴ്സ് ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യും. ദെൻ അതേപോലെ തന്നെ നമ്മുടെ വർക്കേഴ്സിൻ്റെ വ്യൂസും ഐഡിയാസും എയിംസും അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫാക്ഷനും എല്ലാം മാനേജ്മെൻറ്റിനെ അറിയിക്കാൻ നമുക്ക് ഏത് മീഡിയ യൂസ് ചെയ്യാം? ട്രേഡ് യൂണിയൻസ് എന്നുള്ള മീഡിയ യൂസ് ചെയ്യാം അല്ലേ. നമ്മുടെ നമ്മുടെ വർക്കേഴ്സിൻ്റെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അറിയിക്കാം. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന മാനേജ്മെൻറ്റ് എടുക്കുന്ന ചില പോളിസീസ് ഒന്നും നമ്മൾ കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആണ് എന്ന് അവരെ അറിയിക്കാം.
then to satisfy the social needs, then to satisfy the needs for a sense of belonging, to secure power, then minimizes discrimination, അല്ലെ തരംതിരിച്ചിൽ ഒഴിവാക്കിയിട്ട് എല്ലാ ലേബേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനെയും ഒരേ രീതിയിൽ തന്നെ കാണാനായിട്ട്, then in order to improve the sense of participation, betterment of relationships, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം വർക്കേഴ്സ് എന്ത് ചെയ്യും, they will be joining the trade unions. Then functions of trade unions. Main ആയിട്ട് ട്രേഡ് യൂണിയൻസിന് 5 functions ആ വരുന്നത്. militant functions, fraternal functions, social functions, political functions and ancillary functions. എന്താണെന്നുള്ളത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മിലിറ്റൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്. എന്താണത് എൻഷുർ ചെയ്യുന്നത്? അഡക്വേറ്റ് വേജസ്, പ്രോപ്പറായിട്ടുള്ള വേജസ്, അതുപോലെ തന്നെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്, ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഫ്രം എംപ്ലോയേഴ്സ്. എംപ്ലോയേഴ്സ് എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. സോ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്ന ആ ഫങ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് മിലിറ്റൻറ്റ് ഓർ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്. സോ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ സ്ട്രൈക്സും ബോയ്ക്കോട്ട്സ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ സോ ഇറ്റ് വിൽ ബി ഏബിൾ ടു അച്ചീവ്, ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ഇൻ അച്ചീവിങ് ഹയർ വേജസ് ആൻഡ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്. അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ സ്റ്റാറ്റസ് റേസ് ചെയ്യും. Then it will be protecting the labor against victimization and injustice, അല്ലേ? ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ചില കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട്, നമ്മുടെ നേർക്കുള്ള ഇൻജസ്റ്റിസ് ഒഴിവാക്കാനായിട്ട്, വിക്ടിമൈസേഷൻ അല്ല, വിക്ടിംസാക്കി നമ്മളെ മീൻസ് എന്താ, ഓരോരുത്തരെ ഇൻഡിവിജ്വലായിട്ട് ചിലപ്പോൾ വിക്ടിംസാക്കുക അവർ. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയാലും, സോ അങ്ങനെയുള്ള, അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം ത്രൂ ഔട്ട് ദ കരിയർ അവരെ ട്രീറ്റ് ചെയ്യും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് യൂണിയൻസിൻ്റെ ഹെൽപ്പ് എടുക്കാം. ദെൻ ഫ്രറ്റേണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു വർക്കേഴ്സ്. ഓക്കെ, വർക്കേഴ്സിന് ഫിനാൻഷ്യൽ രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിലും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് വേണമെങ്കിലും ഇറ്റ് വിൽ ബി ഡൺ ബൈ ദ ട്രേഡ് യൂണിയൻസ്. ദെൻ എക്സ്റ്റെൻഷൻ ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ്, അല്ലേ? എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്ന സമയത്തും സിക്നസ് ഉണ്ടാകുന്ന സമയം, എമർജൻസീസോ സിക്നസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മെഡിക്കൽ ഫെസിലിറ്റീസിൻ്റെ എക്സ്റ്റെൻഷൻ വരും. ദെൻ എഡ്യൂക്കേഷൻ, റിക്രിയേഷൻ, ഹൗസിങ് ഫെസിലിറ്റീസ്, ഇതിലുള്ള എല്ലാം ഹെൽപ്പ് വരും. ദെൻ റിലീജിയസ് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യും. ഇപ്പോൾ നമുക്ക് റിസർവേഷനൊക്കെ, റിലീജിയസ് ബേസിസിലുള്ള റിസർവേഷൻസ് അല്ലെങ്കിൽ കൺസെഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലേ? അതൊക്കെ എൻഷുർ ചെയ്യും. ദെൻ സിൻസിയാരിറ്റി ആൻഡ് ഡിസിപ്ലിൻ എമംഗ് ദ വർക്കേഴ്സ് ഡെവലപ്പ് ചെയ്യും അത്. ദെൻ പ്രൊമോഷനും അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഗ്രോത്തിനായിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം ഇൻഷുർ ചെയ്യുന്നത് ആരാ, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? ഇറ്റ് ഈസ് ദ ട്രേഡ് യൂണിയൻസ്. സോ ട്രേഡ് യൂണിയൻസിൻ്റെ ഫ്രറ്റേണൽ ഫങ്ഷൻസിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ സോഷ്യൽ ഫങ്ഷൻസ്. സോഷ്യൽ ഫങ്ഷൻസിൽ വരുന്നത് ക്യാരിയിങ് ഔട്ട് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്, അല്ലേ? അതെങ്ങനെയാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചെയ്തിട്ട് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ്? എഡ്യൂക്കേറ്റിംഗ് ദ കസ്റ്റമേഴ്സിന് എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് സോഷ്യൽ ഫങ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ ട്രേഡ് യൂണിയൻസും ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഒരു യൂണിയനെ എന്ത് ചെയ്യും, പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അഫിലിയേറ്റ് ചെയ്യും. സോ ഡൊണേഷൻസ് കളക്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു പേഴ്സൺ ആ ഒരു ട്രേഡ് യൂണിയൻ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസിലുള്ള ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവർക്കുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള മെമ്പേഴ്സ് എൻറോൾമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ അതുപോലെ എന്തെങ്കിലും സ്ട്രൈക്സോ ലോക്കൗട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ദാറ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിൽ ബി സപ്പോർട്ടിങ് ദാറ്റ് ട്രേഡ് യൂണിയൻ. സോ ഇതാണ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ആൻസിലറി ഫങ്ഷൻസ്, അതിൽ കമ്മ്യൂണിക്കേഷനും വെൽഫെയർ ആക്ടിവിറ്റീസും ആണ് വരുന്നത്. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്? ദി വിൽ ബി കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ്,
ഡിസിഷൻസ്, അച്ചീവ്മെൻറ്റ്സ് എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലെല്ലാമാണ്. ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ന്യൂസ് ലെറ്റേഴ്സ്, അവരെന്ത് ചെയ്യും, ഓരോ യൂണിയൻസിൻ്റെയും അവരുടെ ഈ കാര്യങ്ങൾ ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഡിസിഷൻസും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുള്ള ന്യൂസ് ലെറ്റേഴ്സ് പബ്ലിഷ് ചെയ്യും. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ദെൻ വെൽഫെയർ ആക്ടിവിറ്റീസ് ആണ്. അക്വയറിങ് ഓഫ് ഹൗസ് സൈറ്റ്സ്. ഇപ്പോൾ എന്തൊക്കെ വെൽഫെയർ ആക്ടിവിറ്റീസ് എടുക്കാം, ഹൗസ് സൈറ്റ്സിൻ്റെ നമ്മളെന്താ ഹൗസ് സൈറ്റ്സ് കൂടുതലായിട്ട് വാങ്ങും, ദെൻ അവിടെ കൺസ്ട്രക്ഷൻ നടത്താം ഹൗസസിൻ്റെ, കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം, ദെൻ ട്രെയിനിങ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാം. ഈ മെത്തേഡ്സിലൂടെ എല്ലാം എന്താ വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യാം. സോ ദീസ് ആർ ദ ആൻസിലറി ഫങ്ഷൻസ്. പിന്നെ രണ്ട് ഫങ്ഷൻസും കൂടി വരുന്നുണ്ട്, രണ്ട് ആൻസിലറി ഫങ്ഷൻസും കൂടി വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, അല്ലേ? ആ എംപ്ലോയീസിന് മാത്രമല്ല അവർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ റിസർച്ച് ചെയ്യാം, അല്ലേ? റിസർച്ച് എങ്ങനെയാണ്, അറേഞ്ച് ടു കണ്ടക്ട് റിസർച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ടാക്കാം. ഡാറ്റാസ് കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും, കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും, ദെൻ യൂണിയൻ ഒഫീഷ്യൽസിന് വേണ്ടിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ വരുന്നുണ്ട്, റിസർച്ചിൽ വരുന്നുണ്ട്. സോ ഇത്രയാണ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ്, നീഡ് ആൻഡ് objectives of labor welfare measures in an organization. അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻസിൻ്റെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളും ഒരു ഓർഗനൈസേഷനിൽ അതില്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം. സോ അതുള്ളത് കൊണ്ടാണ് ഇത്രയും അത് കുറേ ഫങ്ഷൻസ് അതിൽ വരുന്നുണ്ട്. സോ ഈ ഓരോ ഫങ്ഷൻസും അത് പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ലേബർ വെൽഫെയർ എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ അച്ചീവ് ചെയ്യുന്നത്. സോ ഇതാണ് ഈ സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.